ഹായ് കൂട്ടുകാരെ, അപ്പൊ നിങ്ങള് കുറെ ദിവസമായിട്ട് ഭയങ്കര പുതിയ ലവ് ബേർഡ്സിനെ വാങ്ങണമെന്ന് ഞങ്ങളെ ഇന്ന് പറഞ്ഞ് അങ്ങനെ ഇക്ക സമ്മതിച്ചു വാങ്ങാന്. അപ്പൊ അത് പോവാനുള്ള അതും കുറ്റിയിൽ കൂട്ടിവെച്ച പൈസ കൊണ്ടാണ് ഞങ്ങള് വാങ്ങാൻ പോകുന്നത്. അപ്പൊ മക്കൾക്ക് ഭയങ്കര സന്തോഷ, മക്കളെക്കാട്ട് സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ബേർഡ്സ്. അപ്പൊ അങ്ങനെ ഞങ്ങള് മാനന്തവാടി പോകുന്ന അപ്പൊ ഭയങ്കര പാട്ടായിരുന്നു ഓട്ടോറിക്ഷയില്. അപ്പൊ എത്തിന്റെ എക്സ്പ്രഷൻ ഉണ്ടോ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ അടുത്ത് പായോട് എന്ന സ്ഥലത്ത് ഒരു ഷോപ്പുണ്ട്. അവിടെ ഇറങ്ങി നോക്കി. പക്ഷെ അവിടെ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ ഷോപ്പായിരുന്നു. പിന്നെ ഒരു ചെറുതായിരുന്നു ഉണ്ടായ 400 രൂപയായിരുന്നു പറഞ്ഞത്, 400 ചില്ലറായിരുന്നു പറഞ്ഞത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു മാനന്തവാടി വേറെ ഒന്നുണ്ട്, വലുതുണ്ട്. അപ്പൊ അവിടെ പോയപ്പോ ഒരു നല്ല താറാവും പ്രാവും ഈ പൂജക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് വാങ്ങിയില്ല. പക്ഷെ ഞങ്ങൾ ലവ് ബേർഡ്സിന് വാങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു ചായക്കട കയറിയതാണ് ഇത് കാണുന്നത്. അങ്ങനെ അവിടെ കടികളെല്ലാം ഓൾമോസ്റ്റ് തീർന്നു കയറുന്നു കേട്ടോ. ഞാനും അച്ചുക്ക് കടിയൊന്നും വേണ്ട, ചായ മതി എന്ന് പറഞ്ഞാൽ. ഇവർക്കെല്ലാം എന്താ ഒരു മുട്ട ഓംപ്ലേറ്റ് ബ്രെഡോ അതും പിന്നെ ബിസ്ക്കറ്റ് പൊരി അങ്ങനെ എന്തെല്ലാം തിന്ന്. പിന്നെ ഇവര് രണ്ടാളാട്ടോ ഞങ്ങൾ വാങ്ങിയത്. പക്ഷെ പുതിയ സ്ഥലത്ത് പുരയിലെത്തിയവരോ ഞങ്ങൾ ഈ കൂട ആണ് വാങ്ങിയത്. കൂടൊന്നും അവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് വീട് ഒന്നാമത് മഴ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അച്ചുക്കാൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പുര പോയി, അത് എടുത്തില്ല കേട്ടോ. പിന്നെ വീട്ടിലെടുത്തിട്ട് ഞാൻ കയ്യിൽ കുറച്ച് തേന ഇട്ടിട്ട് കാണിച്ചു കൊടുത്തു. പക്ഷെ ഭയങ്കര പേടിയാ. അപ്പം ഇവരിനിപ്പോ ഒന്ന് സെറ്റായാലും വരണം. കുറെ ദിവസത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ലവ് ബേർഡ്സിനെ വാങ്ങണമെന്ന്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വാങ്ങി. ഞങ്ങളെ സുന്ദരനും സുന്ദരിയും ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്കിതിൽ എങ്ങനെയാ ഇത് ഫീമെയിൽ ഏതാ മെയിൽ ഏതാന്ന് തിരിച്ചറിയാനൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന. അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക.